നമസ്കാരം. ഒരു ഭാഗത്ത് യമനിലേക്ക് അമേരിക്ക തുടർച്ചയായി വ്യോമാക്രമണം നടത്തുകയാണ്. എന്നാൽ ഇതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ തന്നെയാണ് ഹൂത്തികൾ. അവർ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി അമേരിക്ക 4ഓളം വ്യോമാക്രമണം നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നാൽ ഈ 4ഓളം വ്യോമാക്രമണം യമനിലേക്ക് നടത്തിയ സമയത്ത് തന്നെ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ടെല്ലവീവിനെ ആക്രമിച്ചിരുന്നു, ബെൻഗുറിയാൻ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അമേരിക്ക ഈ കഴിഞ്ഞ രാത്രി ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തിയ അതേ സമയത്ത് തന്നെ ഇസ്രായേലിലെ ജാഫയിലുള്ള സൈനിക സൈറ്റിലേക്ക് ഇവിടെ ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ ആക്രമണം ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പലപ്പോഴും ഹൂത്തികളുടെ മിസൈലുകൾ ഞങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ അതിനെ തകർക്കാൻ കഴിയുന്നുണ്ട്, പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് എന്ന അവകാശവാദം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. എന്നാൽ ഇവിടെ അൽഖസാം ബ്രിഗേഡിന്റെ അബൂ ഉബൈദ പറയുന്നത് ഹൂത്തികളുടെ മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ചെന്ന് പതിച്ചു, അതേസമയം ഞങ്ങളും 2 മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു, ഞങ്ങൾക്കും ലക്ഷ്യം കാണാനായി എന്ന കാര്യമാണ്. ഹൂത്തികളെ പ്രശംസിച്ചുകൊണ്ടാണ് അബൂ ഉബൈദ രംഗത്തെത്തിയത്. എന്തായാലും ഇസ്രായേൽ ഇവിടെ ഈ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നൊരു അനക്കവുമില്ലാത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഹമാസിന്റെ ഒരു മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു, മറ്റു 2 മിസൈലുകൾ തുറസായ സ്ഥലത്ത് പതിച്ചു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നത്. ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ബെൻഗുറിയാൻ എയർപോർട്ടിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ജാഫക്കടുത്തുള്ള സൈനിക സൈറ്റിലേക്ക് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പറയാത്ത മറ്റു ചില വാർത്തകൾ കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ജെറുസലേമിലും അതുപോലെ തന്നെ ടെല്ലവീവിലും തുടർച്ചയായി അപായ സൈറണുകൾ മുഴങ്ങി എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിലും അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതായത് ഹൂത്തികൾ ഇവിടെ ജാഫയ്ക്കടുത്തുള്ള സൈനിക സൈറ്റിലേക്ക് മാത്രമല്ല ജെറുസലേമിലേക്കും അതുപോലെ തന്നെ ടെല്ലവീവിലേക്കും കഴിഞ്ഞ രാത്രി ആക്രമണം നടത്തി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിന്റെ പ്രതികരണവും പുറത്തു വന്നിട്ടില്ല. എന്തായാലും അമേരിക്ക തുടർച്ചയായി ഹൂത്തികളെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഹൂത്തികൾക്കൊരു കുലുക്കവുമില്ല. അമേരിക്കയെ അവർ ഒട്ടും ഭയക്കുന്നില്ല. അമേരിക്ക ഇതാ ഹൂത്തികളെ കരിച്ചു കളയും എന്നൊക്കെയുള്ള വാർത്തകൾ പലപ്പോഴും പലരും പടച്ചുവിടുന്നുണ്ട്. എന്നാൽ ഹൂത്തികളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കയാണെങ്കിൽ അമേരിക്ക ഞങ്ങൾക്ക് ആരാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളെ അങ്ങ് ഇല്ലാതാക്കുമെങ്കിൽ ഇല്ലാതാക്കട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫലസ്തീനെ എല്ലാ കാലത്തും പിന്തുണക്കും, സാധാരണക്കാരായിട്ടുള്ള ഗസക്കാർക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ കാലത്തും നിലകൊള്ളും. അതിന് അമേരിക്കയാണ് അപ്പുറത്തുള്ളതെങ്കിൽ പോലും ഞങ്ങൾ അമേരിക്കയെ ആക്രമിക്കും. എന്തായാലും ഹൂത്തികൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ അവർ ചെയ്തു കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ ആ ഒരു ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി മിസൈൽ ആക്രമണം വരുമ്പോഴാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയത്. ഇറാൻ ഒരു കുലുക്കവുമില്ല. ട്രംപിന്റെ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളെ ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നത് നിർത്തണം, ആയുധക്കടത്ത് അവസാനിപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു ആവശ്യം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇവിടെ അത്തരത്തിലൊരു ആവശ്യത്തോട് ഇറാൻ മുഖം തിരിച്ചു എന്നുള്ളതാണ്. അതായത് ഇനിയും വേണ്ടി വന്നാൽ ഹൂത്തികൾക്ക് ആയുധം കൊടുക്കും എന്നുള്ള ഒരു നിലപാട് ഇറാൻ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഈ ആവശ്യത്തോട് റഷ്യയും മുഖം തിരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഓൺലൈൻ ചാനലുകളിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. ട്രംപും പുടിനും അടുക്കുന്നു, ഇത് ഇറാന് ദോഷം ചെയ്യുമോ എന്ന രീതിയിലുള്ള വാർത്തയാണ്. എന്നാൽ ട്രംപുമായി ഒരിക്കലും അങ്ങനെ വഴിവിട്ട ഒരു ബന്ധം സ്ഥാപിക്കാൻ പുടിന് താല്പര്യമില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് തന്നെയാണ് പുടിൻ അത്തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിക്കാൻ കാരണമായിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറാൻ ഭരണാധികാരികളെ പ്രകോപിപ്പിക്കും വിധമുള്ള ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതാണ്. 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ്. ഇറാനികൾക്ക് നൗറൂസ് ആശംസ നേർന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നൗറൂസ് എന്ന് പറയുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതായത് പേർഷ്യൻ പുതുവത്സരമാണ്. അത്തരത്തിലൊരു ആശംസ നേർന്നിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ്, സ്വാതന്ത്ര്യമില്ലാത്ത വിഭാഗമാണ് എന്ന രീതിയിലാണ് ഇവിടെ ഇറാനികളെ കുറിച്ച് ഒരു പരാമർശം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. അവരോടൊപ്പം താൻ എന്നും ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു പരാമർശം ഈ വീഡിയോയിൽ നടത്തിയിട്ടുണ്ട്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇറാൻ അടങ്ങിയിരിക്കും എന്ന് തോന്നുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന് മറുപടി കൊടുക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. പക്ഷെ ഇതുവരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല.